ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്ന കേസിൽ മാത്യു കുഴൽനാടൻ MLA ED ഉടൻ ചോദ്യം ചെയ്തേക്കും. സ്ഥലത്തിന്റെ മുൻ ഉടമയെ ചോദ്യം ചെയ്തു. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചതെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് EDയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, ഇപ്പോൾ ഇതിൽ ED ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അന്വേഷണം? ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ള കേസ് അത് വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. ഇതിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്ന് അറിഞ്ഞിട്ടും പോക്കോരോ നടത്തിയെന്നുള്ള കണ്ടെത്തലാണ് മാത്യു കുഴൽനാടൻ MLAക്കെതിരെ വിജിലൻസ് നടത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസിൽ മാത്യു കുഴൽനാടൻ MLA 16ാം പ്രതിയായിരുന്നത്. ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നതാണ്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ട് ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ മുൻ സ്ഥല ഉടമ അടക്കമുള്ള ആളുകളെ 3 പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ മാത്യു കുഴൽനാടൻ MLAക്ക് നോട്ടീസ് അയക്കുമെന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി EDയുടെ അന്വേഷണ പരിധിയിലും ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ വിജിലൻസ് കേസിലെ 1ാം പ്രതി എന്ന് പറയുന്നത് ഉടുമ്പൻചോല തഹസിൽദാർ ആയിരുന്ന ഷാജിയാണ്. ചിന്നക്കനാലിലെ അന്നത്തെ വില്ലേജ് ഓഫീസറും പ്രതിയാണ്. ഇതിന് പുറമെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഒരു പ്രതിയാണ്. ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ED കടക്കും. നേരത്തെ 2012ലാണ് ഈ സ്ഥലം ആദ്യ ഉടമകൾ വാങ്ങിയിരുന്നത്. 1 ഏക്കർ സ്ഥലമാണ് വാങ്ങിയിരുന്നത്. അതിനുശേഷം അതിനോട് ചേർന്ന് കിടക്കുന്ന 50 സെന്റ് ഭൂമി അത് സർക്കാർ ഭൂമിയായിരുന്നു. ആ ഭൂമിയാണ് കയ്യേറിയത്. അതിനെ ഈ റവന്യൂ ഉദ്യോഗസ്ഥർ കൂടി ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതായിരുന്നു വിജിലൻസ് കണ്ടെത്തിയിരുന്നത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ അന്വേഷണം നടക്കുമ്പോൾ പ്രധാനമായും അവർ പരിശോധിക്കാൻ പോകുന്നത് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ളതായിരിക്കും പ്രധാനമായും ED അന്വേഷിക്കുക. വ്യക്തമാണ്. SS ശരണാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.